കേരളത്തിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റ് ഇനി കോഴിക്കോടിന് സ്വന്തം. കലുത്താൻകടവിലെ ന്യൂ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ഏറ്റവും വിസ്തീർണത്തോടും സൗകര്യത്തോടും അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ള ആദ്യ പഴം പച്ചക്കറി മാർക്കറ്റാണ് കോഴിക്കോടിന് സമർപ്പിക്കുന്നതെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. എന്നാൽ പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഒരു വിഭാഗം കച്ചവടക്കാർ ഇപ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല. 2005 കല്ലുത്താൻകടവ് കോളനിയിലെ താമസക്കാരെ പുതിയ ഫ്ളാറ്റ് നിർമ്മിച്ച് അതിലേക്ക് മാറ്റാനും ഈ സ്ഥലത്ത് ന്യൂ പാളയം പഴം പച്ചക്കറി മാർക്കറ്റ് പണിയാനും കോർപ്പറേഷൻ തീരുമാനിച്ചത്. 2009 തറക്കല്ലിട്ടു. എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ കാരണം നിർമ്മാണം തുടങ്ങാൻ വൈകി. കല്ലുത്താൻകടവ് ഏരിയ ഡെവലപ്മെന്റ് കമ്പനിയാണ് കോർപ്പറേഷന്റെ 5.5 ഏക്കർ സ്ഥലത്ത് 100 കോടിയിലധികം രൂപ ചെലവിൽ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള മാർക്കറ്റ് നിർമ്മിച്ചു നൽകിയത്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണത്തോടും അത്യാധുനിക സൗകര്യത്തോടും കൂടിയുള്ള ആദ്യ പഴം പച്ചക്കറി മാർക്കറ്റ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോടിന് സമർപ്പിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള, കൂടുതൽ സൗകര്യമുള്ള, കൂടുതൽ ആധുനികമായ പഴം പച്ചക്കറി മാർക്കറ്റാണ് ഇവിടെ വരുന്നത്. 35 വർഷത്തേക്ക് പഴം പച്ചക്കറി മാർക്കറ്റിന്റെയും അനുബന്ധ കെട്ടിടങ്ങളുടെയും നടത്തിപ്പ് ചുമതല കാഡ്കോയ്ക്കാണ്. മാർക്കറ്റിൽ 310 കടമുറികളാണുള്ളത്. ഇതിന്റെ വാടക കോർപ്പറേഷനാണ് നിശ്ചയിക്കുക. ഒരു കടമുറിക്ക് കുറഞ്ഞത് 100 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. പാളയത്ത് മാർക്കറ്റിലെ കോർപ്പറേഷൻ വാടക കെട്ടിടങ്ങളിലുള്ള 153 കച്ചവടക്കാരെയും അഡ്വാൻസ് ഇല്ലാതെ ഇങ്ങോട്ട് മാറ്റും. താഴത്തെ നിലയിലാണ് പഴം പച്ചക്കറി മാർക്കറ്റ്. മുകളിൽ മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് മുറി നൽകും. 3 നിലയിലുള്ള പ്രധാന കെട്ടിടത്തിൽ എല്ലാ നിലയിലും വാഹനങ്ങൾ എത്തും. 500 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണുള്ളത്. എന്നാൽ പാളയം പച്ചക്കറി മാർക്കറ്റിലെ ഒരു വിഭാഗം കച്ചവടക്കാർ ഇപ്പോഴും പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് കോർപ്പറേഷന് പ്രതിസന്ധിയാകുന്നത്. കല്ലുത്താൻകടവിൽ വാഹനങ്ങൾ എത്തുന്നതിന് മതിയായ സൗകര്യമില്ല എന്നാണ് ഇവരുടെ ആരോപണം. അതേസമയം മാർക്കറ്റിലേക്ക് വാഹനങ്ങൾ എത്തുന്നതിന് ജംഗ്ഷൻ വീതി കൂട്ടുന്നതിനായി ബൈപ്പാസ് ജംഗ്ഷനും പുതിയ പാലം റോഡിനുമിടയിലെ 18 സെന്റ് പുറമ്പോക്ക് സ്ഥലം കോർപ്പറേഷൻ വിട്ടുകൊടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.